പൊതുവെ മലയാളികളുടെ ദേശീയ ബോധം കുറവാണ് എന്നൊരു ആക്ഷേപം നമ്മുടെ രാജ്യത്തുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് ശാസ്താംകോട്ടയ്ക്ക് സമീപം മുതുവിലാക്കാട് ക്ഷേത്രത്തിൽ നടന്ന സംഭവം അത് ശരിവെക്കുന്നതായി. അവിടെ അത്തപ്പൂക്കളത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന ഒരു പൂക്കളം ചമച്ചതിനെതിരെ വലിയ പ്രതിഷേധമാണ് പോലീസും ആ ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിയും കൂടി ഉയർത്തിയത്. ഒടുവിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് ആ വിഷയത്തിൽ ഇടപെടേണ്ടി വന്നു. അദ്ദേഹം അവിടെ സന്ദർശിച്ചു. അതിൻ്റെ ആ സംഭവത്തിനെതിരെ നമ്മുടെ രാജ്യത്ത് നാഷണൽ മീഡിയ അടക്കം വലിയ രീതിയിൽ വാർത്തകൾ കൊടുത്തു. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത്? ഒന്ന് നാഷണൽ മീഡിയയെ സംബന്ധിച്ച് കേരളത്തിന് എങ്ങനെ ടാർണിഷ് ചെയ്യാന്നുള്ളൊരു അജണ്ട അവർക്കുണ്ട്. അത് വളരെ കൃത്യമാണ്. ഞാനതിൽ കുറച്ച് അവസരം പങ്കെടുത്താണ്. എനിക്ക് ഒന്നും അങ്ങോട്ട് പറയാൻ സംഭവിക്കില്ല, ഇങ്ങോട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. ഇതിൽ ഭീകരമായ കാര്യങ്ങളൊക്കെ ഇപ്പം ദേശീയതായിട്ട് എന്താ പറയാൻ പറയുന്നത്, മറ്റു ഉത്തരേന്ത്യയിൽ പല സ്ഥലത്തും നടക്കുന്നു. നമ്മൾ ഉത്തരേന്ത്യ നടക്കുന്ന സംഭവങ്ങൾ നമ്മളിവിടെ പർവ്വതീകരിച്ചെന്ന വലിയ സംഭവം ഇവിടെ നമ്മുടെ കണ്ണിന് മുമ്പ് തൊട്ടുമ്പ് നടന്നാലും ഒന്നുമല്ല, ഇതിൽ വലുത് നടന്നൊന്നുമല്ല നമ്മൾ പറയുന്നില്ല. ഇതേ സാധനം അവിടെ കിടന്ന് കളിക്കുന്നത്. അതുകൊണ്ട് അവർ ചർച്ച ചെയ്തത് ഞാൻ വലിയ കാര്യമായിട്ടും കരുതുന്നില്ല. വൺ വേ ചർച്ച അവിടെ അമ്മ വന്നുകൊണ്ട് ഹൂ എന്ന് വന്നുകൊണ്ടിരിക്കും. ഞാൻ അവസാന ദിവസം എനിക്ക് ദേഷ്യം പിടിച്ച് പറഞ്ഞാൽ വയൻ നോട്ടിലേക്ക് ഒന്ന് എണീറ്റ് പോകും. അപ്പം അതാണ് അതിൻ്റെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന കൊല്ലത്ത് നടന്ന സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ അത് അധികം ഞാൻ കണ്ണൂരൊക്കെയാണ് കണ്ടിട്ടുള്ളത്. ഈ കാവുകളും ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ പൊളിറ്റിസൈസ് ചെയ്യാനുള്ള ഒരു വല്ലാത്തൊരു സംഭവം നടക്കാറുണ്ട്. അവിടുത്തെ രാഷ്ട്രീയത്തിൽ പാർട്ടി ഗ്രാമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവസാനമായിട്ട് കമ്മ്യൂണിസ്റ്റ് തറ എന്നൊക്കെ അല്ലെങ്കിൽ ആ BJPന്റെ വേറെ എന്തെങ്കിലും പരിപാടി, BJP എന്തായാലും പരിപാടിക്ക് അറിയില്ല. കമ്മ്യൂണിസ്റ്റ് തെറാനെപ്പോഴും അവരുടെ BJP അവിടെ കണ്ണൂർ ഭാഗത്ത് കൂടുതൽ ഇപ്പം നടത്തുന്നത് BJP അല്ലെങ്കിൽ ഹിന്ദു സംഘടന നടത്തുന്നത് ഗണേശോത്സവം. അങ്ങനെ ഈ രീതിയിൽ ഒരു സാധനം അവിടെ കണ്ണൂർ കാണാറുണ്ട്. കണ്ണൂർ ഈ മലബാറിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ വ്യക്തിബന്ധങ്ങളെ പോലും കുടുംബ ബന്ധങ്ങളെ പോലും പൊളിറ്റിസൈസ് ചെയ്യപ്പെടുന്ന സ്ഥലമാണ്. ഇപ്പം കുറച്ച് കുറവാണ്. എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ വാപ്പ കോൺഗ്രസ്, വാപ്പാടെ അനിയൻ കമ്മ്യൂണിസ്റ്റ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്യാപ്പാന്ന് പറയും. ചെയ്യാപ്പ അവിടെ അവരെ പാർട്ടിക്കാരെ കൊണ്ടുവന്ന് ഭക്ഷണം കൊടുക്കും. കാരണം വാപ്പ അതിനൊന്നും പറയില്ല, സപ്പോർട്ട് ചെയ്യും. അതെന്തെങ്കിലും വേണം വാപ്പ. പക്ഷെ വാപ്പ അവിടെ കോൺഗ്രസ്സുകാരെന്തെങ്കിലും പരിപാടി വെച്ച് കഴിഞ്ഞാൽ അന്ന് ചെയ്യാപ്പ ഭ്രാന്തെടുക്കും. കമ്മ്യൂണിസ്റ്റുകാരുടെ അസഹിഷ്ണുത എനിക്ക് എന്നാണ് മനസ്സിലായത്. പിന്നെ ഞങ്ങൾ പിന്നെ ഇടതുപക്ഷക്കാരായ ഒരു വീട്ടിൽ തന്നെ കമ്മ്യൂണിസ്റ്റുകാരും നോൺ കമ്മ്യൂണിസ്റ്റുകാരും കൂടെ ഒരുമിച്ച് പോകാൻ വലിയ പ്രയാസമുള്ള ധാരാളം ഒരു കാലം ഉണ്ടായിരുന്നു. കണ്ണൂരുണ്ട്. കണ്ണൂർ ഇപ്പോഴും ഉണ്ടെന്നു. കോഴിക്കോടൊക്കെ ഇപ്പം മാറി. ഇപ്പം നമ്മുടെ അവിടെയൊക്കെ മാറി. അപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ചിലപ്പോൾ ഭ്രാന്തെടുക്കുന്നത് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ എനിക്ക് കമ്മ്യൂണിസ്റ്റ് കുട്ടിക്കത് കണ്ടുകൂടെ. പിന്നെ ഞാൻ SFIയിലൊക്കെ വന്നതിന് ശേഷമാണ് EMSനെ കാണിക്കുന്നത് എനിക്ക് ഇടതുപക്ഷത്തോട് താല്പര്യം വന്നു. അപ്പം ഇത് പക്ഷേ സൗത്തിലോട്ട് അങ്ങനെ കാണാറില്ല. സൗത്ത് നമ്മൾ പൊതുവെ ജീവിക്കാൻ കുറച്ചൊരു സുഖമുള്ള സ്ഥലമാണ്. ഇവിടെ ഈ കൊല്ലത്ത് ഇതിന് മുമ്പും ഇത്തരം സംഭവങ്ങൾ, പ്രത്യേകിച്ചും ഈ മുതുവിലാക്കാട് തുടങ്ങിയ ശാസ്താംകോട്ട ഭാഗത്ത് ശൂരനാട്, ഈ ശൂരനാട് അറിയാലോ, പണ്ട് വെടിവെപ്പും കലാപൊക്കെ കാണുന്ന സ്ഥലമാണ്. അവിടെ ഇത്തരത്തിലുള്ള ധാരാളം ദേശിംഗനാട് എന്നൊക്കെ പറഞ്ഞൊരു വേറെയുള്ള സ്ഥലമാണ്. അത് അങ്ങനെ നടന്നിട്ടുണ്ട് അവിടെ ഇതിനു മുമ്പ്. ഈ പ്രത്യേകിച്ചും എനിക്ക് നേരത്തെ തന്നെ അറിയാം, ഈ മാർക്സിസ്റ്റ് പാർട്ടിക്ക് സ്വാധീനമുള്ള സ്ഥലത്താണെങ്കിൽ ക്ഷേത്രോത്സവങ്ങൾ പിടിച്ചെടുക്കാൻ അവർ ശ്രമിക്കും. അതുപോലെ അവിടെ ഈ കൊടി കെട്ടുന്നതിനെ ചൊല്ലി അത് കോടതി കയറിയ സംഭവമാണ്. കേരളത്തിൽ മറ്റൊരു സ്ഥലത്തും അങ്ങനെ കോടതി കയറിയിട്ടില്ല. ഈ കൊടി കെട്ടുന്നതിനെ കുറിച്ച് തർക്കമുണ്ടാകാറുണ്ട്. പോലീസ് എത്തി അത് രമ്യമായിട്ട് പരിഹരിക്കാറുമുണ്ട്. പക്ഷേ ഈ ഹൈക്കോടതി കയറിയ ഒരു സംഭവം കൊല്ലത്ത് നിന്ന്, അത് ഈ ശാസ്താംകോട്ടയ്ക്ക് സമീപത്ത് നിന്ന്, ഈ മുതുവിലാക്കാട് ക്ഷേത്രത്തിൽ തന്നെ മുമ്പ് അത് സംബന്ധിച്ച് കേസുണ്ടായിട്ടുണ്ട്. എനിക്ക് രണ്ടുപേരും ഈക്വലി സ്ട്രോങ് ആയതുകൊണ്ടായി. ഇപ്പോൾ കണ്ണൂരാണ് ഇത്തരം കേസുകൾക്ക് വേണ്ടത്. കാരണം അടുത്ത കാലം വരെ ഇപ്പോൾ അവിടെ സമാധാനം വന്നതിന് ശേഷം ഇപ്പോൾ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുമ്പോൾ ഇംഗ്ലാസിൻ്റെ അത് വിളിച്ചു. അപ്പം തിരിച്ച BJPക്കാരും വിളിച്ചു. അങ്ങനെ അവസാനം വലിയ പ്രശ്നമായപ്പം ഞാനിത് സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരാളെ വിളിച്ചു. കാരണം എനിക്ക് ഏഷ്യാൻ്റെ ചർച്ച ഉണ്ടായിരുന്നു. ചർച്ച കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം തിരിച്ചു വിളിച്ചു. അദ്ദേഹം പറഞ്ഞത് ആപരമുള്ള പ്രശ്നമാണ്. നമ്മൾ ആദ്യം വിചാരിച്ച് ഞങ്ങൾ കൂടി ഇൻവോൾവ് ആണ്. പിന്നെ അവർ തന്നെ ഞങ്ങളെ വിളിച്ച് പറഞ്ഞു, പിന്നെ നിങ്ങളെ തമ്മിലുള്ള ഞങ്ങളെ കൂട്ടത്തിലുള്ള 2 കൂട്ടത്തിലുള്ള പ്രശ്നം ഓർമ്മ ഉണ്ടാവും. കഴിഞ്ഞ വർഷം ഉണ്ടായ പ്രശ്നമാണ്. പ്രധാനപ്പെട്ട ഒരു കാവുമായിട്ട് ബന്ധപ്പെട്ട അവിടെ ഒരു പ്രോബ്ലം ഉണ്ടായി. അതിന് CPMൻ്റെ ഉള്ളിലെ പ്രശ്നമായിട്ട് ഒതുങ്ങി. അല്ലെങ്കിൽ അത് കത്തുമായിരുന്നു അടുത്ത വിഷയത്തിൽ. ശരിക്കും അവിടെയാണ് ഇത്തരം കേസുകൾ വരുന്നത്. എന്തുകൊണ്ടാണ് വരാതെ എനിക്കറിയില്ല. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഓണാഘോഷമായിട്ട് ബന്ധപ്പെട്ട്, ഈ ഓണാഘോഷം ബേസിക്കലി നമ്മുടെ ഒരു ട്രഡീഷനായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അവിടെ ഒന്നും കൊണ്ടുവച്ച് ഈ രാഷ്ട്രീയം കളിക്കേണ്ട ആവശ്യമില്ല. രാഷ്ട്രീയം കളിക്കുന്നത് പെറ്റിയാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ഈ സൗത്തിലോട്ടൊക്കെ, മലബാറിൽ പിന്നെ അങ്ങനെ ആയിപ്പോയി. പക്ഷേ ഇപ്പം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ എസ്പെഷ്യലി പിണറായി പാർട്ടിയിലെ ശക്തനായതിനു ശേഷം വലിയ രീതിയിൽ മാറ്റങ്ങൾ, എസ്പെഷ്യലി ഒരു മുഖ്യമന്ത്രി ആയതിനു ശേഷം വലിയ രീതിയിൽ മാറ്റങ്ങളുണ്ട്. പാർട്ടി സപ്പോർട്ട് കിട്ടുന്നില്ല. മുമ്പാണെങ്കിൽ ഇതിനൊക്കെ ഈ അലമിനൊക്കെ സ്വസ്ഥമായിട്ട് ഭരിക്കണമല്ലോ. മറ്റേത് ഇതിനൊക്കെ പാർട്ടി സപ്പോർട്ട് കിട്ടിയായിരുന്നു. പിന്നെ ഓയുന്ന മാഷാണ്. ഓയുന്ന മാഷ് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല. ഓയുന്ന മാഷ് പൊതുവെ ഇത്തരം കാര്യങ്ങൾ എനിക്ക് അക്രമത്തിന് അനുകൂലമല്ല. പേഴ്സണലി എനിക്കറിയാം. പിന്നെ പക്ഷെ അതിന് തന്നെ അറിയേണ്ടത് ഒരു
അവിടെ ഒരു വൈദ്യരെ വെട്ടിക്കൊന്ന കേസില്ലേ കണ്ണൂർ അറിയാലേ, ഞാനും പ്രശാന്തും തമ്മിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ പ്രശാന്തിനെ അങ്ങ് വെട്ടിക്കും. എന്നിട്ട് ഞാൻ പറയും, പാർട്ടി ഓഫീസിൽ പോയിട്ട് പറയും, ഞാൻ RSS തന്നെ, നമ്മൾ പാർട്ടി പ്രശ്നമാണ്. അപ്പോൾ അങ്ങ് ഏറ്റെടുക്കും. അങ്ങനെയാണ് അവിടെ തിരിച്ചുകൊണ്ട് കേട്ടോ, തിരിച്ചുകൊണ്ട് ഒരു അമൂഷൻ വെട്ടിക്കൊല്ലും. ഗോവിന്ദ മാഷ ഞാൻ ഏറ്റെടുക്കില്ല. ഒരു വൈദ്യരെ വെട്ടിക്കൊന്ന കേസുണ്ട്, അന്വേഷിച്ചാൽ മതി. അന്നോട്ടാണ് ഗോവിന്ദ മാഷ് ഈ പറഞ്ഞ ശക്തമായ നിലപാട്. ഈ ഒരു വിഷയത്തിൽ ഗോവിന്ദ മാഷ് അതിൻ്റെ ഒരു ഗുണം അവിടെ ഉണ്ട്. ഇപ്പോഴും ഈ കണ്ണൂർ സമാധാനം നിൽക്കുന്ന പാർട്ടി സെക്രട്ടറി വലിയൊരു ഘടകമാണ്. ഗോവിന്ദ മാഷ് സമ്മതിക്കില്ല ഇത്തരം കാര്യങ്ങൾ. ഗോവിന്ദ മാഷ് അപ്പം അത് ആ രീതിയിൽ അങ്ങ് പോകുന്നതായിരുന്നു നല്ലത്. എല്ലാവരും കൂടി ഒരു ദേശത്തെ എല്ലാവരും കൂടി ഒരുമിച്ച് ആഘോഷിക്കേണ്ട ഒരു കാര്യമാണ്. അവിടെ ഈ പാർട്ടി പൊളിറ്റിക്സും കൊണ്ടുവരേണ്ട അതാണ് വളരെ വ്യക്തം. ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം മുഴുവനും ഏറ്റെടുത്തതാണ്. ജാതി മത വർഗ വർണ്ണഭേദമന്യേ ആ വിഷയത്തിൽ ഇങ്ങനെ ഒരു അല്ല സംഭവം എന്താ പറയുക, ഒന്ന് ഇതൊരു ട്രഡീഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ ട്രഡീഷനായിട്ട് ബന്ധപ്പെട്ട രീതി അങ്ങ് പോയി അതിൽ ഓപ്പറേഷൻ ദേശീയതയോ ഇതൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഒന്നാമത്തെ എൻ്റെ സ്റ്റാൻഡത്. ഇപ്പം രണ്ടാമത് ആരെങ്കിലും അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ എതിർക്കേണ്ട ആവശ്യമില്ല. കാരണം ആഫ്റ്റർ ഓൾ വി ആർ സിറ്റിസൺ ഓഫ് ദിസ് കൺട്രി. മനസ്സിലായില്ലേ? നമ്മളെല്ലാം അന്ന് പേടിച്ചതല്ലേ, പേടിച്ചതും നമ്മളെല്ലാം പിന്തുണ കൊടുത്തതല്ലേ. പേടിച്ചത് നിങ്ങളിവിടെ വലിയ ഡയലോഗൊക്കെ അടിക്കുന്ന ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. വീട്ടിൻ്റെ മുകളിലുള്ള മറ്റേ സാധനം ഉണ്ടല്ലോ, എന്താ സൂര്യപ്രകാശം അടിച്ചിട്ട് ലൈറ്റ് ഉണ്ടാക്കുന്നത്, സോളാർ നമ്മൾ സാരി എടുത്ത് വിരിച്ചത് പേടിച്ചിട്ട് ആകെ ഒരു ബോംബിടുന്നു. മനസ്സിലായോ? വലിയ ഡയലോഗ് അടിക്കുന്ന ആളുകൾ. അപ്പോൾ അന്ന് ഇന്ത്യ സൈന്യമാണ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്തത്. പിന്നെ വൺസ് ഇത്തരം സാധനങ്ങളൊന്നും അങ്ങോട്ട് കൊണ്ടുവരേണ്ടതാണ് എൻ്റെ പേഴ്സണൽ ഇപ്പോൾ. അത് ആചാരാനുഷ്ഠാനങ്ങൾ നമ്മൾ ആഘോഷം അങ്ങനെ തന്നെ പോകണം. ഇനി വല്ലവരും കൊണ്ടുവന്നാൽ അതിനെ എതിർത്ത് അതൊരു വിഷയമാക്കി അതൊരു ചർച്ചയാക്കി ഈ മണ്ടന്മാരായതുകൊണ്ടാണ് നമുക്കറിയാം ഇങ്ങനെ ദേശീയത ഇങ്ങനെ വിവാദമാക്കുന്നതിൽ പോലീസിന് ഒരു പങ്ക്. പോലീസ് എന്ത് ചെയ്യാനാണ്? രണ്ട് രാഷ്ട്രീയ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 2 രാഷ്ട്രീയ പാർട്ടികൾ ഒരു പാർട്ടി ഭരിക്കുന്നു, കേന്ദ്രം ഭരിക്കുന്നു. മാത്രമല്ല മറ്റേ പാർട്ടി കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും ശക്തമായ പാർട്ടിയാണ്. ലീഗോ കോൺഗ്രസോ ഒക്കെ ഉണ്ടാവും. പക്ഷേ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും ഓരോ പഞ്ചായത്തിലും അവിടുന്ന് തൊട്ട് ഇവിടം വരെ പഞ്ചായത്ത് തൊട്ട് ഈ പാഠശാല വരെ ഓരോ പഞ്ചായത്തിലും പ്രസൻസ് ഉള്ള ഒരു 10 ആളെ റോഡിൽ ഇറക്കാൻ പറ്റിയ 2 ആളെ കൊണ്ട് ഒരു നാട് മൊത്തം വെറുപ്പിക്കാൻ പറ്റിയ 2 പാർട്ടികളെ കേരളത്തിൽ. അത് CPM ഉം BJP. അത് BJPക്കാർക്ക് തരാൻ താല്പര്യമില്ല. അവരിപ്പോഴും 4ാമത്തെ പാർട്ടി തോന്നുന്നുണ്ട് എടുക്കുക, അല്ല 3ാമത്തെ പാർട്ടിയാണ്. കോൺഗ്രസിനൊന്നും അതിനുള്ള ശേഷിയില്ല ഇപ്പോൾ. പിന്നെ ആ പാടെ സ്ഥിരം സ്ഥിരം നാടക പ്രവർത്തകരെ ഇറക്കുന്നല്ലാതെ അതിന് ശേഷിയില്ല. CPM ഇപ്പോഴും ഉണ്ട്, BJPക്കും ഉണ്ട്. അപ്പോൾ ഇവർ പോലീസ് എന്ത് ചെയ്യാനാണ്? പിന്നെ അപൂർവം ചില ഭരചന്ദ്രനെ പോലുള്ള പോലീസ് ഓഫീസർമാരുണ്ട്, അവരതിൻ്റെ വിലയും കൊടുക്കേണ്ടി വരും. ആര് ഭരിക്കുമ്പോഴാണെങ്കിൽ അതിൻ്റെ വില കൊടുക്കുക. അപ്പോൾ പോലീസുകാർ പരമാവധി ആരെയും പണക്കാതെ എന്നാൽ ഒരു പ്രശ്നമില്ലാതെ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ക്രിയേറ്റ് ചെയ്താൽ പോകാൻ അവർ നോക്കുക. അവരെ ഞാൻ കുറ്റം പറയില്ല. അതാണ് ഭൂരിപക്ഷം പോലീസുകാരുടെ സ്ഥിതി. അതിലൊരു ഭരചന്ദ്രൻ ഉണ്ടാവാം, അങ്ങനെ അപൂർവം ചില ഓഫീസർമാർ ഉണ്ടായിട്ടുണ്ട്. അവരെല്ലാവർക്കും പേടിയാണ്. അവരെ ഈ പറയുന്ന പ്ലം പൊസിഷനൊന്നും കൊടുക്കുകയില്ല. അവരെ ഞാൻ പട്ടികട്ട് കൊണ്ടുവച്ചിടും, അല്ലെ വിജിലൻസിനോടും ഇല്ല, എന്നെ വിജിലൻസ് ഇട്ട പ്രശ്നമാണല്ലോ. അങ്ങനെയുള്ള ഏതെങ്കിലും ഈ ക്യാമ്പ് കൊടുക്കും. ഈ ക്യാമ്പിലാകുമ്പോൾ കുറേ പോലീസുകാരുടെ കാര്യം നോക്കി അവിടെ നല്ല പോലീസ് കമ്മീഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ചാർജ് കൊടുക്കും. അപ്പോൾ അത് പോലീസുകാരെ കുറ്റം. ഇത് നമ്മുടെ ആ നാട്ടുകാരെന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ കണ്ണൂർ ഇപ്പോൾ ഇങ്ങനത്തെ പ്രശ്നം കണ്ടാന്ന് വെച്ചാൽ അവിടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം RSSകാരും CPMമാരും വളരെ കൃത്യമായിട്ട് ലോക്കൽ ലെവൽ അവർ ഇടപെടാൻ പ്രശ്നം തീർക്കുന്നുണ്ട്. എനിക്ക് 2 പറഞ്ഞ ശരിക്കും ഒരു പോലീസ് സ്റ്റേഷനുള്ളിൽ തീരേണ്ട പ്രശ്നമാണ്. അത് ഇങ്ങനെ ഒരു ചർച്ചയാക്കി ആവശ്യം. പിന്നെ രണ്ടാം സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം മൂപ്പര് ഇപ്പം MP ആയാലും MLA ആയാലും ഒന്നിനും മൂപ്പർക്ക് ഇത്തരം വിഷയം വന്നു. മൂപ്പര് പണ്ടേ ദേശീയത ഭയങ്കര പ്രശ്നമാണ്. അതിങ്ങനെ സൈനിക സ്കൂളല്ലേ പഠിച്ചത്? സൈനിക സ്കൂളാണ്. പക്ഷേ ഈ അന്ന് എനിക്ക് സുരേഷ് ഗോപിനെ ഞാൻ പണ്ടേ അങ്ങനെ ട്രാക്ക് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അയാളെ വലിയ ഫാനായിരുന്നു. അന്നുമാണ് ഇന്നുമാണ്. ഇന്ന് പക്ഷേ സിനിമകളെ നമ്മൾ ആവേശത്തിന് അത്ര പോകുന്നില്ല. മൂപ്പര് ഇങ്ങനെ എന്താ പറയുക, മൂപ്പര് വയ്യായി കാണിക്കുന്ന സിനിമകളായി പോകുന്നുണ്ട്. നമ്മളൊരു ഭരചന്ദ്രനല്ലേ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ സിനിമ വന്നിട്ടില്ല. അപ്പോൾ ഈ 2ാം വരവിൽ അങ്ങനെ സിനിമ വന്നിട്ടില്ല. അപ്പോൾ മൂപ്പര് അതുപോലെ അല്ലെങ്കിൽ പോലും മൂപ്പര് പോയിട്ട് ഇത് ചെയ്യും. പക്ഷെ ഇപ്പം മൂപ്പര് കേന്ദ്രമന്ത്രി ആയതുകൊണ്ട് അതിന് ദേശീയ ശ്രദ്ധ കിട്ടുന്നു, അതിന് ന്യൂസ് ആവുന്നു എന്നേ ഉള്ളൂ. അല്ല, വലിയ ന്യൂസ് ആയതിനു ശേഷമാണ് അദ്ദേഹം പോയത്. അല്ല, ഇനിയിപ്പം ഈ ന്യൂസ് ആയിട്ടില്ല. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി പോകുന്നതോടുകൂടെ വലിയ ന്യൂസ് ആവും. സുരേഷ് ഗോപി പോകുന്നത് കേരളത്തിൽ വലിയ ന്യൂസ് ആവും. ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഒന്നാമത് നമ്മൾ എല്ലാത്തിലും കൂടെ രാഷ്ട്രീയം കലർത്തേണ്ട ആവശ്യമില്ല. വാട്ടർ ഈസ് ആഫ്റ്റർ H2O. നിങ്ങൾ അതിലിപ്പം പിന്നെ CPMനോ അല്ലെങ്കിൽ BJP ഒന്നും എന്തെങ്കിലും കുത്തിക്കരേണ്ട ഒരാവശ്യമില്ല. അതുപോലെ തന്നെയാണ് സംസ്കാരം. അത് നാടുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അത് പൊതു സ്വത്താണ്. അതിൽ നിങ്ങൾ കുത്തിക്കയറ്റുക ഈ പെണ്ണുങ്ങളും കുട്ടികളും നിങ്ങൾക്കെതിരാവും. ആയതവൻ കുത്തിക്കയറ്റുന്നോ അവനെതിരാവും. അതാണ് ഇതിൻ്റെ പ്രശ്നം. ഇവരിത് സൈലൻറ്റ് സ്പെക്ടേറ്റേഴ്സാണ്. ഞാൻ എൻ്റെ കുട്ടിക്കാരെ നന്നായിട്ട് അറിയുന്നുണ്ട്. കാരണം ബാപ്പയും CPMമാരും ബാപ്പയും BJPക്കാരും ബാപ്പയും ലീഗുകാരും നമ്മൾ ഡിബേറ്റ് സൈലൻ്റായിട്ട് ഒരു കോണിൽ ഇരുന്നുകൊണ്ട് കണ്ടു വളർന്ന ഒരാളായി. ഞാൻ അവസാനം ആരായി? എൻ്റെ ഒരു പൊളിറ്റിക്കൽ തീരുമാനം എടുക്കേണ്ട ഞാനായിട്ട് എടുക്കേണ്ട ഒരു തീരുമാനം എടുക്കേണ്ട ഘട്ടം ഞാൻ ഇടതുപക്ഷം തന്നെ മാറും. അത് എൻ്റെ ഒരു നല്ല കാലഘട്ടത്തിൽ. പിന്നെ ഞാനൊരു 30-35 വയസ്സ് കഴിഞ്ഞതിന് ശേഷം പൊളിറ്റിക്കലി സൈലൻ്റ് ആയത്. മനസ്സിലായില്ലേ?
അപ്പോൾ ഇത് കുട്ടികൾ വളരെ പ്രധാനം. സുരേഷ് ഗോപി സിനിമയെ പറയുമ്പോൾ കുട്ടികൾ പ്രധാനം, കുട്ടിക്കാലം പ്രധാനമാണ്. സ്ത്രീകൾ അവരിതൊക്കെ നോക്കി എന്നാൽ അവന് പണി കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അത് ഈ രാഷ്ട്രീയക്കാർ മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. ഇതിനൊരു ഉദാഹരണമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എങ്ങനെയാണ് 2 ടൈം കാസർഗോഡ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. തെക്കുന്ന് വന്ന ഒരാളെ വടക്കന്മാർ പൊതുവെ അംഗീകരിക്കില്ല. രാജ്മോഹൻ ഉണ്ണിത്താൻ ചേട്ടനാണ് തനി തെക്കനാണ്, അതൊരു സംശയമില്ലല്ലോ. പക്ഷേ രാജ്മോഹൻ ഉണ്ണിത്താൻ ഒന്നാമത് ജനിച്ചത് ആ കൃപേഷിൻ്റെ ഒക്കെ പ്രശ്നം കൊണ്ടാന്ന് വിചാരിക്കുക. രണ്ടാമത് എങ്ങനെ ജയിച്ചു? അത് പലരും മനസ്സിലാക്കിയാൽ കൊള്ളാം. അതായത് കുട്ടികളുടെ മനസ്സിൽ വിഷം കലർത്താതെ സ്ത്രീകളുണ്ടല്ലോ, നിങ്ങൾ വിചാരിക്കാൻ രാഷ്ട്രീയം അവർക്ക് അതിശക്തമായ പൊളിറ്റിക്സ്, അവർക്ക് നാടിന് ഗുണം കിട്ടണം, നാട് പ്രശ്നം ഉണ്ടായിരുന്നു, അതാണ് മെയിൻ. ഇതിന് അവരുടെ ഭർത്താവ് ചെയ്താൽ പോലും ഭർത്താവ് ഈ ബൂത്തിൽ പോവില്ലല്ലോ. ഈ സുരേഷ് ഗോപി ജയിക്കുമെന്ന് ഞാൻ എന്താ ഉറപ്പിച്ച് പറയാൻ കാരണം രാജീവ് ചന്ദ്രശേഖർ. അതിന് കാരണം എന്ന് വെച്ചാൽ ഇതാണ്, സ്ത്രീകൾക്ക് ഇങ്ങനെ കൊള്ളാവുന്ന ആളുകൾ, എന്തെങ്കിലും ചെയ്യാൻ സാധ്യതയുള്ള ആളുകൾ, അത് രാഷ്ട്രീയം നോക്കില്ല. അത് അങ്ങനെയായിരുന്നു 2009 അങ്ങനെയായിരുന്നു. ശശി തരൂർ ജയിച്ചത് സ്ത്രീകളുടെ വോട്ടാണ് പ്രധാനമായിട്ട്. രാജേട്ടനും കിട്ടിയിട്ടുണ്ട് അതുപോലെ. എന്ന് വെച്ചാൽ നല്ല മനുഷ്യൻ എത്ര കാലം മത്സരിക്കുന്നു എന്നൊരു ഫീൽ രാജേട്ടൻ അനുകൂലമായിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെയാണത്. അതുകൊണ്ട് നിങ്ങൾ ഈ ഗുണ്ടായിസം കൊണ്ടുപോകുമ്പോൾ അത് പണ്ടായി. ഇപ്പൊ ഏതാണ്ട് JNU പൊളിറ്റിക്സ് പോലെ ആയിട്ടുണ്ട് കേരളം. ഗുണ്ടായിസം കാണിച്ചാൽ സ്ത്രീകളെതിരാവും. ദേശീയതയുടെ പേരിൽ ഒരു വിവാദം ഒഴിവാക്കേണ്ടതായിരുന്നു. അത് ദേശീയ ചാനലുകൾ ഇതേ അലക്കൊന്നും ഒരുക്കും അറിയാം. ദേശീയ എങ്ങനെ കേരളത്തിലൊന്ന് അമ്പം ഉണ്ടാക്കി കിട്ടാൻ പോലീസ് കുറെ കൂടി പക്വത. കേരളം എന്ന് വെച്ചാലേ എന്തോ ഒരു ഭീകര സ്ഥലം എന്നുള്ള പ്രതീതി അവർ ഉത്തരേന്ത്യയിൽ ഉണ്ടാക്കിയത്, എസ്പെഷ്യലി ഈ ഇംഗ്ലീഷ് ചാനൽ കാണുന്ന ആളുകളുടെ ഇടയിൽ. അപ്പോൾ അത്തരം സാധനങ്ങൾ നന്നായിട്ട് അവിടെ വിറ്റുപോവുകയും ചെയ്യും. അപ്പോൾ അതിന് സാധനം നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യരുത്, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ അവിടെ ചാനൽ ഡിബേറ്റിന് ഒരു കാര്യമില്ല. എരിയുന്നതിലേക്ക് എണ്ണ ഒഴിക്കരുത്. അത്രയേ ഉള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.